ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ നിന്റെ തിരക്കുകളൊക്കെ അവസാനിച്ചോ? ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും കൂടി ചന്ദ്രേട്ടനെ ദ്രോഹിക്കുക. ആ ഫിദ മാഡം രാധയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, ആരതി വർമ്മ? മോളെ, നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഭഗവാൻ നിന്റെ കൂടെയില്ലേ? പിന്നെയാണോ ആത്മാവും പ്രേതവും ഭൂതവും പിശാചും ഒക്കെ? മോള് പേടിക്കണ്ട കേട്ടോ. ഇക്കാര്യത്തില് വിശ്വാസങ്ങളുടെ പേരിൽ പേടിക്കുന്ന സമീപനം തന്റെ ഭാഗത്തുനിന്നുണ്ടായ ചെറിയമ്മയും ഏട്ടത്തി അത് മുതലെടുക്കും. ഞാനത് സമ്മതിച്ചിരുന്ന പ്രശ്നമേ ഇല്ല. എടോ, പ്രിയങ്ക മരിച്ചു. പ്രിയങ്കയുടെ കാര്യം അതോടങ്ങ് കഴിഞ്ഞു. പിന്നെ ഡ്രസ്സ് കത്തിയ കാര്യമല്ലേ, അതിന്റെ ഉത്തരവാദികളെ ഞാൻ തനിക്ക് കാണിച്ചു തരാം. ഡ്രസ് കത്തിയതിന്റെ കാരണം തിരക്കി അവൻ ഇറങ്ങട്ടെ. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്നാലും അത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി കൽപ്പന. ഇന്നിപ്പോ എന്തായാലും എല്ലാവരും ധൈര്യം കൊടുക്കും. രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോഴേ അവൾ ആലോചിച്ചോളും, പേടിച്ചോളും. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെറിയമ്മയ്ക്ക് ഞാൻ കാണിച്ചുതരാം. നോക്കിക്കോ. പതുക്കെ പതുക്കെ പ്രിയങ്കയുടെ ആത്മാവ് ഈ വീടിനകത്തുണ്ടെന്ന് ഓരോരുത്തരായി വിശ്വസിക്കാൻ തുടങ്ങും. ഒടുവിൽ ചെറിയമ്മ നോക്കിക്കോ, ജീവിച്ചിരിക്കുന്നവർക്ക് നടത്താൻ പറ്റാത്ത കാര്യങ്ങള് ആത്മാക്കള് ചെയ്തിരിക്കും. സച്ചിൻ മേഡം, പ്രിയങ്കയുടെ കൊലപാതകത്തിന്റെ റൂട്ട് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. കോടതിയിൽ സമർപ്പിക്കാനുള്ള സകല തെളിവുകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മേഡം, എല്ലാ വിവരങ്ങളും ACP അർജുന് കൈമാറിക്കോളൂ. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞോട്ടെ? പറയൂ. മേഡം, ഇത്രയൊക്കെ ചെയ്തിട്ടും ACP അർജുന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചതിവുണ്ടായാൽ? ACP അർജുന്റെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെ പറയാൻ പറ്റില്ല, മനുഷ്യനല്ലേ, ഏത് മനുഷ്യനും എവിടെ വെച്ചും മാറാം. അത്തരത്തിലൊരു മാറ്റം ACPക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ എത്തിച്ച തെളിവുകൾ ഒറ്റ രാത്രി കൊണ്ട് വെളുക്കും. ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് എഴുതാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോ അത് പ്രശ്നമായില്ലേ മാഡം? നോ. ACP അർജുൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ നാളെ ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും. അതല്ല, അയാളുടെ നീക്കത്തിൽ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ
നമ്മൾ കണ്ടെത്തിയ തെളിവുകളെല്ലാം നമ്മൾ കോടതിയിൽ നേരിട്ട് സമർപ്പിക്കും. മേശപ്പുറത്തെത്തുന്ന കൃത്യമായ തെളിവുകളിൽ നിന്നും കോടതിക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല. നിയമ നടപടി എന്തായാലും തുടരും. അത് ACP അർജുൻ തന്നെ ചെയ്യേണ്ടിയും വരും. മാഡം വെൽ പ്ലാൻഡ് ആണല്ലോ. സച്ചിൻ, നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായി കേസ് വാദിക്കേണ്ടവരാ. നമ്മൾ ഒരു നീക്കം കണ്ടെത്തുമ്പോ അതിഗംഭീരമായി എന്ന തോന്നലോടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ കണ്ടെത്തിയ നീക്കം പരാജയപ്പെടുന്നത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? 1 or 2 ഓപ്ഷൻ നമുക്ക് വേറെ ഉണ്ടാവും. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C. ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന്, അതും അല്ലെങ്കിൽ വേറൊന്ന്. ഏതായുധം എടുത്താലും യുദ്ധം നമ്മൾ ചെയ്യുമെന്നുള്ള വിശ്വാസം, അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ്. നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോ ചന്ദ്രശേഖരന്റെ സ്വാതന്ത്ര്യം നാളെ അവസാനിക്കും. തൽക്കാലം ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവതാളത്തിലാ. ഒരുപക്ഷെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തേക്കും. എന്താ നിങ്ങൾ പറയുന്നേ? അറസ്റ്റ് ചെയ്യുന്നോ? എനിക്കിനി തനിച്ച് പിടിച്ചു നിൽക്കാനാവില്ല. ഏട്ടനെ കാണാനാ ഞാൻ വന്നേ. ചെറിയച്ച, അച്ഛനോട് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം. എന്താ ചന്ദ്രശേഖര, ഇവിടെയൊക്കെ പരിചയമുണ്ടോ നിനക്ക്? അല്ല, കുറെ നാളായിട്ട് കാണാത്തതുകൊണ്ട് ചോദിച്ചതാ. ഏട്ടൻ എവിടെയാ അമ്മേ? എന്താ നിനക്കൊരു തളർച്ച പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? പ്രശ്നമുണ്ട്. അതുകൊണ്ടാ ചന്ദ്രേട്ടൻ ഏട്ടനെ കാണാൻ വന്നേക്കുന്നെ. എന്താടാ, നിന്റെ തിരക്കുകളൊക്കെ അവസാനിച്ചോ? ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും കൂടി ചന്ദ്രേട്ടനെ ദ്രോഹിക്കുക. ആ ഫിദ മാഡം രാധയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, ആരതി വർമ്മ?